പല കുട്ടികളുടെയും റീസൺസ് ഫോർ ഗോയിങ് എബ്രോഡ് ഡിഫറെൻ്റ് ആണ്. ചില കുട്ടികൾ വൈ ആർ യു ഗോയിങ് എബ്രോഡ് എന്ന് ചോദിക്കുമ്പം അവർ വളരെ സിമ്പിളായിട്ട് മറുപടി പറയും, സി ഐ ലൈക്ക് ദാറ്റ് പ്ലേസ്, ഐ ഡൺ എ ലോട്ട് ഓഫ് റിസർച്ച് അബൌട്ട് ദ പ്ലേസ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതൊരു വാലിഡ് റീസൺ ആണോ എന്ന് ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ അത് വാലിഡ് റീസൺ ആണ്. അപ്പം പഴയ ഒരു കോൺസെപ്റ്റിൽ ഒരു ടിപ്പിക്കൽ പാരന്റിന്റെ ഒരു ആംഗിളിൽ നിന്ന് അതിനെപ്പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണോ പഠിക്കാനായിട്ട് പോകേണ്ടത്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് രണ്ടു കൂട്ടരെയും കൂടെ. ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ദം ദിസ് ക്വസ്റ്റ്യൻ, ആർ യു ലുക്കിംഗ് ഫോർ എ ഗുഡ് ക്വാളിറ്റി പ്രോഗ്രാം, okay, or are you looking for a program where you would be studying in a university with a fancy sports club. Okay, so what exactly is your reason? അപ്പം ഈ റീസൺ എന്താണ് എന്നുള്ളത് ഈ പാരന്റിനെയും കുട്ടീനെയും ഒരുമിച്ച് എത്തിക്കാൻ സാധിച്ചാൽ മേ ബി അത് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കാം. ബട്ട് ഐ എം ഷുവർ ഇറ്റ് വുഡ് ബി എ ഡിഫിക്കൽട്ട് തിങ് ബിക്കോസ് എവറിബഡി, ഈവൻ കിഡ്സ് ആർ ഇൻഫോംഡ് ദീസ് ഡേയ്സ്.